ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 7ത്തിലെ വസന്ത് പാഠ്യപുസ്തകത്തിലെ ആശ്രം കാ അനുമാനിത് വ്യയ് എന്ന അധ്യായമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ആശ്രം കാ അനുമാനിത് വ്യയ്. ഈ അധ്യായം ഒരു കത്തിൻ്റെ രൂപത്തിലുള്ളതാണ്. അതായത് മഹാത്മാഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ഞങ്ങളുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി എഴുതിയ ഒരു കത്തിൻ്റെ രൂപമാണിത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം അഹമ്മദാബാദിൽ ഒരാശ്രമം തുടങ്ങുന്നതിനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാനായിട്ട് അദ്ദേഹം ഒരു കത്തെഴുതുകയാണ്. അവിടെ അഹമ്മദാബാദിൽ ഒരു ഫേമസ് ആയിട്ടുള്ള, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സേഠ്ജി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു കത്തെഴുതുകയാണ്. എല്ലാ കണക്കുകളെപ്പറ്റി, ഒരു ആശ്രമം തുടങ്ങുന്നതിനായിട്ട് വേണ്ടിയിരിക്കുന്ന ആവശ്യമുള്ള കാര്യങ്ങളെ പറ്റിയാണ്, അതിൻ്റെ ആ കണക്കാണ് അദ്ദേഹം ഈ കത്തിലൂടെ അദ്ദേഹത്തെ അറിയിക്കുന്നത്, സേഠ്ജിയെ അറിയിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ ആവശ്യങ്ങൾ വരും, ഒരു ആശ്രമം തുടങ്ങണമെങ്കിൽ എത്ര ചിലവ് വരും, എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നൊക്കെ അറിയിക്കുന്ന ഒരു ലേഖാജോഖ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് എന്ന് പറയത്തില്ലേ. അപ്പോൾ അതാണ് ഈ കത്തിലൂടെ അദ്ദേഹം സേഠ്ജിയെ അറിയിക്കുന്നത്. आरंभ में संस्था में 40 लोग होंगे, कुछ समय में इस संख्या के 50 हो जाने की संभावना है. അപ്പോൾ ഗാന്ധിജി എഴുതുകയാണ്, ആശ്രമത്തിൽ, അതായത് തുടക്കത്തിൽ, ആരംഭം എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ആശ്രമത്തിൽ 40 ആളുകൾ ഉണ്ടാകും. കുച്ച് സമയമേ ഇസ് സംഖ്യയ്ക്ക് 50 ഹോ ജാനെ കി സംഭാവന, കുറച്ച് സമയങ്ങൾക്കുള്ളിൽ, കുറച്ച് കാലം കഴിയുമ്പോൾ 50 സംഖ്യ ആകാനും ചാൻസ് ഉണ്ട്. സംഭാവന എന്ന് പറഞ്ഞാൽ സാധ്യതയുണ്ട്. हर महीने औसतन 10 अतिथियों के आने की संभावना है. इनमें 3 या 5 सपरिवार होंगे. इसलिए स्थान की व्यवस्था ऐसी होनी चाहिए कि परिवार वाले लोग अलग रह सकें और शेष एक साथ. അപ്പോൾ ഹർ മഹീനെ, ഓരോ മാസവും, ഓസ്തൻ എന്ന് പറഞ്ഞാൽ, ഓസ്തൻ എന്ന് പറഞ്ഞാൽ ഏകദേശം, ലഗ്ഭഗ് എന്ന് പറയും. 10 അതിഥിയോം കെ ആനേക്ക് സംഭാവന, ഏകദേശം ഒരു 10 അതിഥികൾ, ഗസ്റ്റായിട്ട് ആളുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഇൻമേ 3 या 5 സപരിവാർ ഹോങ്കെ, അപ്പോൾ ഇതിൽ 3ഓ 5ഓ ആളുകൾ, അതായത് കുടുംബത്തോടെ ആയിരിക്കാം വരുന്നത്. അപ്പോൾ इसलिए स्थान की व्यवस्था ऐसी होनी चाहिए कि परिवार वाले लोग अलग रह सके. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അറേഞ്ച്മെൻറ്റ് വേണം ഉണ്ടാക്കാൻ. എങ്ങനെ? കുടുംബത്തോട് വരുന്ന ആളുകൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കണം. കുടുംബത്തോടെ വരുന്നവർക്ക് അവരുടേതായിട്ടുള്ള, അവർക്ക് നിൽക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. പക്ഷെ മറ്റുള്ളവരിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നവർക്ക് അവർക്കൊരു ഡോർമിറ്ററി പോലെ ഒരുമിച്ച് നിൽക്കുന്നത് പോലത്തെ ഒരു അറേഞ്ച്മെൻറ്റും ഉണ്ടാക്കണം. इसको ध्यान में रखते हुए 3 रसोई घर हों और मकान कुल 50,000 वर्ग फुट क्षेत्रफल में बने तो सब लोगों के लायक जगह हो जाएगी. അപ്പോൾ ഇസ്കോ ധ്യാൻ മേ രഖ്തേ ഹുവേ, അതായത് ഏകദേശം എത്ര ആളുകൾ വരും എന്നൊക്കെ കണക്ക് നോക്കിയിട്ട് പറയുകയാണെങ്കിൽ, റസോയി ഘർ, അങ്ങനെ 3 അടുക്കള, റസോയി ഘർ എന്ന് പറഞ്ഞാൽ അടുക്കള, അപ്പോൾ 3 അടുക്കളയാണ് വേണ്ടിയിരിക്കുന്നത്. ഓർ മക്കാൻ കുൽ 50,000 വർഗ് ഫുട്ട് ക്ഷേത്രഫലം എന്ന് പറഞ്ഞാൽ 50,000 വർഗ് ഫുട്ട് ക്ഷേത്രഫലം എന്ന് പറഞ്ഞാൽ ഏകദേശം 50,000 സ്ക്വയർ ഫീറ്റ് ഏരിയ, ക്ഷേത്രഫലം എന്ന് പറഞ്ഞാൽ ഏരിയ. അപ്പോൾ 50,000 സ്ക്വയർ ഫുട്ട് ഏരിയയിൽ വേണം ഈ ബിൽഡിങ് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നത്. ബനെ തോ സബ് ലോഗോं के लायक जगह हो जाए, അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ, അതായത് 50,000 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ഈ ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു ആശ്രമം ആക്കി മാറ്റാൻ പറ്റും. सब लोगों के लायक जगह हो जाएगी, എല്ലാവർക്കും നല്ല സൗകര്യമുള്ള ഒരു സ്ഥലമാക്കി മാറ്റാൻ പറ്റും. इसके अलावा 3,000 പുസ്തകം रखने लायक പുസ്തകാലയ और अलमारियां होनी चाहिए. അപ്പോൾ ആദ്യം അദ്ദേഹം ഓരോ കണക്ക് പറയുകയാണ്, എന്തൊക്കെയാണ് വേണ്ടിയിരിക്കുന്നത്. കാരണം ഞങ്ങൾ കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ കറക്റ്റ് അളവിൽ ഞങ്ങളെല്ലാം ലിസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് പാഴ്ചെലവ് ഉണ്ടാക്കത്തില്ല എന്നതാണ് അദ്ദേഹം ഈ ലെറ്ററിലൂടെ ഞങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ ഈ ലെറ്ററിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലേ. അപ്പോൾ ആദ്യം തന്നെ അദ്ദേഹം പ്ലാൻ ചെയ്യുകയാണ്, ഏകദേശം ഇത്ര ആളുകൾ ഉണ്ടാവും, ഇത്ര ആളുകൾക്ക് താമസിക്കാനുള്ള സ്ഥലം ആവശ്യമാണ് ഒരു ആശ്രമത്തിൽ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ലിസ്റ്റ് ഇങ്ങനെ കത്തിലൂടെ അവരെ അറിയിക്കുകയാണ്, അല്ലേ. അപ്പോൾ അതെന്താണ്? വ്യയ്, അതായത് എത്ര ചിലവ്
വരും എന്ന കണക്കാണ് അദ്ദേഹം ഏകദേശം പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ എത്ര ഏരിയ വേണം, ഈ ബിൽഡിംഗ് എത്ര ഏരിയയിൽ വേണം, പിന്നെ എത്ര അടുക്കള വേണം, എത്ര റൂംസ് വേണം, അതൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ് ഇസ്കെ അലാവ, ഇതല്ലാതെ 3000 പുസ്തകം, അതായത് 3000 പുസ്തകങ്ങൾ വെക്കാനായിട്ടുള്ള ഒരു പുസ്തകാലയം എന്ന് പറഞ്ഞാൽ ഒരു ലൈബ്രറി ഉണ്ടാകണം. ഓർ അൽമാരിയാം ഹോനി ചായി, അതിനനുസരിച്ചിട്ടുള്ള അലമാരികളും ആവശ്യം വരും. कम से कम 5 एकड़ ज़मीन खेती करने के लिए चाहिए जिसमें कम से कम 30 लोग काम कर सकें. इतने खेती के औजार चाहिए. അപ്പോൾ കം സെ കം കുറഞ്ഞ പക്ഷത്തോളം ഒരു 5 ഏക്കർ ജമീൻ, 5 ഏക്കർ ഒരു ഭൂമി വേണം കൃഷി ചെയ്യാനായിട്ട്. ജിസ്മെ കം സെ കം 30 ലോഗ് കാം കർ സക്കെ. അപ്പോൾ ഏകദേശം ഒരു 30 ആളുകൾക്ക്, കം സെ കം കുറഞ്ഞ പക്ഷം 30 ആളുകൾക്കെങ്കിലും അതിൽ ജോലി ചെയ്യാനുള്ള സൗകര്യം വേണം. പിന്നെ എന്താണ്, അവർക്ക് കൃഷി ചെയ്യാനായിട്ട്, ഫാമിംഗ് ചെയ്യാനായിട്ടുള്ള ടൂൾസ് അതിനായിട്ട് പ്രൊവൈഡ് ചെയ്യണം. അതായത് എക്വിപ്മെൻറ്റ്സും ഒക്കെ അവർക്ക് വേണം. ഇൻമെ കുദാലിയവും ഫാഫ്ഡവും ഓർ ഖുർപ്പോക്കി ജറൂറത്ത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസാണ്, എക്വിപ്മെൻറ്റ്സാണ്. കുദാലി, ഫാഫ്ഡെ, കുർപ്പെ, അതായത് എന്താണ് സ്പേഡ്, പിന്നെ ഷോവൽ, പിന്നെ ട്രൊവൽ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ടൂൾസാണ് കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, കുർപ്പി, അതൊക്കെ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ടുള്ള ടൂൾസ് പ്രൊവൈഡ് ചെയ്യണം. ബഡൈഗിരിക്ക് നിമ്നലിഖിത് ഔസാർ ബി ഹോനി ചാഹി. ബഡൈഗിരി എന്ന് പറഞ്ഞാൽ കാർപ്പൻറ്റർ. അപ്പോൾ കാർപ്പൻറ്ററിനായിട്ടുള്ള ആവശ്യത്തിനുള്ള ഔസാർ, അതായത് ടൂൾസും ആവശ്യമുണ്ട്. അതും നിമ്നലിഖിത് ഔസാർ ബി. നിമ്നലിഖിത് എന്ന് പറഞ്ഞാൽ താഴെ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നു. അത്രയും എക്വിപ്മെൻറ്റ്സ്, ടൂൾസും പ്രൊവൈഡ് ചെയ്യണം. 5 ബഡേ ഹത്തോടെ, 5 വലിയ എന്താണ് ചുറ്റിക, 3 ബസൂലെ, 5 ഛോട്ടി ഹത്തോഡിയാം, 2 എരൻ, 3 ബം, 10 ഛോട്ടി ബഡി ചേനിയാം. ചേനിയ എന്ന് പറഞ്ഞാൽ ചിസൽ. ഇതൊക്കെ ടൂൾസിൻ്റെ പേരാണ് കേട്ടോ. കാർപ്പൻറ്റർ ഉപയോഗിക്കുന്ന ടൂൾസിൻ്റെ പേരുകളാണ് അദ്ദേഹം ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. 4 റന്തേ, റന്തേ എന്ന് പറഞ്ഞാൽ ജാക്ക് പ്ലെയിൻ എന്നൊക്കെ പറയും. അപ്പോൾ 4 റന്തേ, 4 റന്തേ, 1 സാലിനി, 4 കേത്തിയാം, 4 ഛോട്ടി ബഡി ബേധനിയാം, ബേധനിയാം ഹോളിടുന്നതായിരിക്കാം, 4 ആരിയാം. പിന്നെ ആരിയാം എന്ന് പറഞ്ഞാൽ, ആര എന്ന് പറഞ്ഞാൽ എന്താണ്, സോ ഇല്ലേ, കാർപ്പൻറ്റർ ഉപയോഗിക്കുന്ന സോ, അതിനെയാണ് പറയുന്നത് ആരിയാം എന്ന്. അപ്പോൾ 4 ആരിയാം, 5 ഛോട്ടി ബഡി സണ്ടാസിയാം, 20 റത്തൽ കീലേ. റത്തൽ എന്ന് പറഞ്ഞാൽ ഒരു മെഷർമെൻറ്റാണ്, ഒരു 0.5 kgയുടെ ആ മെഷർമെൻറ്റാണ് റത്തൽ എന്ന് പറയുന്നത്. റത്തൽ കീലേ, കീലേ എന്ന് പറഞ്ഞാൽ നെയിൽ, ആണി. അപ്പോൾ ഛോട്ടി ഓർ ബഡി, അതും ചെറുതും വലുതുമായിട്ടുള്ള ആണി വേണം. പിന്നെ ഏക്ക് മോങ്കറ, ലക്കടി കാ ഹത്തോട, ആ മരം കൊണ്ടുണ്ടാക്കിയ ഹാമറിനെയാണ് മോങ്കറ എന്ന് പറയുന്നത്. അപ്പോൾ ലക്കടി കാ ഹത്തോട ഓർ മോച്ചിക്ക് ഔസാർ. അപ്പം പിന്നെ ഇത് ഇത്രയും അല്ലാതെ, ഇത്രയും ടൂൾസ് ആർക്ക് വേണ്ടിയാണ്, കാർപ്പൻറ്ററിന് ആവശ്യമുള്ള ടൂൾസിനെ പറ്റിയുള്ള ലിസ്റ്റാണ് അദ്ദേഹം താഴെ കൊടുത്തത്. ഇനി പിന്നെ മോച്ചിക്ക് ഔസാർ. മോച്ചി എന്ന് പറഞ്ഞാൽ കോബ്ലർ, കോബ്ലറിന് വേണ്ടി ആവശ്യമുള്ള ചെരുപ്പ് കുത്തി അല്ല, ചെരുപ്പ് കുത്തിക്ക് ആവശ്യമുള്ള അതിനായിട്ടുള്ള ടൂൾസും ആവശ്യമുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതൊക്കെ ഈ ജോലികൾ, അതായത് ഈ കാർപ്പൻറ്ററുടെ ജോലിയാണെങ്കിലും കൃഷിക്കാരാണെങ്കിലും പിന്നെ ഈ മോച്ചി അതായത് കോബ്ലർ ആണെങ്കിലും, ഇതൊക്കെ എന്താണ്, ഒരു ജോലിക്കാർ എന്ന രീതിയിലല്ല അദ്ദേഹം വെക്കുന്നത്. ആ ആശ്രമത്തിൽ തന്നെ എല്ലാവരും എന്താണ് തമ്മിൽ ഓരോ ജോലികൾ ചെയ്തിട്ട് അപ്പുറത്തും ഇപ്പുറത്തും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു ഇതാണ്. അതായത് എല്ലാവരും ജോലി ചെയ്യണം അവിടെ. ഒരു ജോലിക്കാർ അല്ലെങ്കിൽ സെർവൻസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സെപ്പറേറ്റ് ആയിട്ട് അവിടെ ആശ്രമത്തിൽ ഇല്ല. ആശ്രമത്തിൽ അദ്ദേഹം വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല സെർവൻറ്റ് എന്ന പേരിൽ. അദ്ദേഹം എന്താണ് പറയുന്നത്, ആശ്രമത്തിൽ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് അവരവരുടെ കഴിവിനൊത്ത ജോലികൾ ചെയ്ത് അവിടെ ജീവിക്കണം. അതാണ് ആ ഒരു ആശ്രമത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ എന്താണ് ഉദ്ദേശം, ഒരു ആശ്രമം ഉണ്ടാക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അദ്ദേഹം എന്താണ് അവർക്ക് ആവശ്യമുള്ള ടൂൾസ് വരുത്തിക്കുകയാണ്. ടൂൾസും പിന്നെ അവരുടെ ആവശ്യത്തിനുള്ള സൗകര്യങ്ങളും ഒക്കെ അവിടെ ആശ്രമത്തിൽ അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ലിസ്റ്റായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. मेरे अनुमान से इन सब पर कुल 5 रुपया खर्च आएगा. അപ്പോൾ മേരെ അനുമാനം, എൻ്റെ കണക്കനുസരിച്ചിട്ട്, എൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ പറയുകയാണെങ്കിൽ, ഇൻ സബ് പർ കുൽ, കുൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 5 രൂപയാണ് ചിലവ് വരിക. ഖർച്ച് ആയേഗ, ചിലവ് വരിക. रसोई के लिए आवश्यक सामान पर 150 रुपये खर्च आएगा. അപ്പോൾ റസോയിക്ക് ലിയെ, ഈ അടുക്കള ജോലിക്ക്, അടുക്കളയ്ക്ക് ആവശ്യമുള്ള അതിനാവശ്യത്തിനായിട്ടുള്ള സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ സാമാൻ പെർ 100 രൂപ, ഏകദേശം 100 രൂപയാണ് ചിലവ് വരിക.
स्टेशन दूर होगा तो सामान को या मेहमानों को लाने के लिए बैलगाड़ी चाहिए. അപ്പോൾ സ്റ്റേഷൻ ദൂരെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് സാധനങ്ങൾ അവരുടെ സാമാനോക്കോ യാ മെഹമാനോക്കോ എന്തെങ്കിലും ട്രെയിനിൽ വരുന്ന സാധനങ്ങൾ കൊണ്ടുവരാനും പിന്നെന്താണ് ഗസ്റ്റിന് വരാനും ഒക്കെ എന്താണ് അവർക്ക് കൊണ്ടുവരാനും വിടാനും ഒക്കെ ഒരു बैलगाड़ी ഒരു കാൽവണ്ടിയുടെയും ആവശ്യം വരും. मैं खाने का खर्च 10 रुपये मासिक प्रति व्यक्ति लगाता हूँ. അപ്പോൾ ഏകദേശം ഞാൻ കണക്ക് എടുത്ത് നോക്കിയപ്പോൾ मैं खाने का खर्च അപ്പോൾ കഴിക്കാനുള്ള ഞങ്ങളുടെ ചിലവ് ഒരാളിൽ 10 रुपये खर्च 10 रुपये मासिक प्रति व्यक्ति लगाता हूँ. പെർ എന്താണ് പേഴ്സൺ, അതായത് ഒരു വ്യക്തിയുടെ ഒരു കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മാസത്തിൽ ഒരാൾക്ക് 10 രൂപ എന്ന കണക്ക് വെച്ചിട്ടാണ് ഞാൻ നോക്കുന്നത്. मैं नहीं समझता कि हम यह खर्च पहले वर्ष में निकाल सकेंगे. അപ്പോൾ ആദ്യത്തെ വർഷത്തിൽ ആദ്യം ഒരു വർഷം ആ കണക്ക് ശരിയാവണം എന്നില്ല. मैं नहीं समझता कि हम यह खर्च ഈ ചിലവ് അതേപോലെ അതായത് 10 രൂപ പ്രതി വ്യക്തി എന്ന രീതിയിൽ വരണം എന്നില്ല. वर्ष में औसतन 50 लोगों का खर्च 6000 रुपये आएगा. അപ്പോൾ ഒരു വർഷത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഔസ്തൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ലഗ്ഭഗ് 50 ലോകം 50 ആളുകൾക്കുള്ള ചെലവ് എന്ന് പറയുന്നത് 6000 രൂപയാകാനാണ് സാധ്യത. 6000 रुपये ആയേगा, 6000 രൂപയാണ് ആവുക. അപ്പോൾ അദ്ദേഹം ഏകദേശം അദ്ദേഹത്തിൻ്റെ ഒരു കണക്ക് പറയുകയാണ്. ഓക്കെ, मुझे मालूम हुआ है कि प्रमुख लोगों की इच्छा यह है कि अहमदाबाद में यह प्रयोग 1 वर्ष तक किया जाए. അപ്പോൾ ഞാൻ അറിഞ്ഞിടത്തോളം അഹമ്മദാബാദിലെ വിശിഷ്ടരായിട്ടുള്ള വ്യക്തികൾ പറയുന്നത് ഇത് ഒരു വർഷത്തോളം ഞങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നാണ് പറയുന്നത്. ഈ ആശ്രമത്തിൻ്റെ എല്ലാ ചിലവുകളും ഒക്കെ എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ നോക്കാം എന്നാണ് വിശിഷ്ടരായിട്ടുള്ള വ്യക്തികൾ പറയുന്നത്. അപ്പോൾ യദി ऐसा हो तो अहमदाबाद को ऊपर बताया गया सब खर्चा उठाना चाहिए. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഒരു അഭിപ്രായം പറയുകയാണ്, അഹമ്മദാബാദിലെ അവിടെ വിശിഷ്ടരായിട്ടുള്ള വ്യക്തികൾ അതിൻ്റെ ചെലവ് എടുക്കുന്നതായിരിക്കില്ലേ നല്ലത് എന്ന് ചോദിക്കുകയാണ് മഹാത്മാഗാന്ധി. मेरी मांग तो यह भी है कि अहमदाबाद मुझे पूरी ज़मीन और मकान सभी दे दे, तो बाकी खर्च मैं कहीं और से या दूसरी तरह जुटा लूँगा. അപ്പോൾ ഇങ്ങനെ ഡിസ്കഷൻ എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സജഷൻ പറയുകയാണ്. ഇവിടെ ഇപ്പോൾ അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുകയാണ്, മേരി മാങ് തോ യഹ് ഭി ഹൈ, അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുകയാണ് അഹമ്മദാബാദ് മുझे पूरी ज़मीन और മക്കാൻ സബി ദേ ദേ. അപ്പോൾ ആശ്രമത്തിന് ആവശ്യമായിട്ടുള്ള സ്ഥലവും പിന്നെ ബിൽഡിങ്ങും ഒക്കെ അഹമ്മദാബാദിലുള്ളവർ നൽകുകയാണ് എന്നുണ്ടെങ്കിൽ, അഹമ്മദാബാദ് ഗവൺമെൻറ് അല്ലെങ്കിൽ അഹമ്മദാബാദിലെ വിശിഷ്ടരായിട്ടുള്ള വ്യക്തികൾ അറേഞ്ച് ചെയ്ത് തരികയാണ് എന്നുണ്ടെങ്കിൽ ബാക്കി ചിലവ്, അതായത് ആളുകൾക്കുള്ള ബാക്കി ചിലവ് ഞാൻ എവിടെ നിന്നെങ്കിലും ചെയ്തോളാം. ഇസ്ലിയെ ദൂസരി തര ജുട്ടാലുങ്ങ, എങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഞാൻ അതിനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തോളാം, എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. अब चूंकि विचार बदल गया है इसलिए ऐसा लगता है कि 1 वर्ष का या इससे कुछ कम दिनों का खर्च अहमदाबाद को उठाना चाहिए. ചുങ്കി വിചാർ ബദൽ ഗയ, ആ ഒരു എന്താണ് ഞങ്ങൾ എടുത്ത തീരുമാനം മാറുകയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എന്താണ് ഒരു വർഷത്തേക്കുള്ള ചെലവും അഹമ്മദാബാദ് എടുത്തോട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. കുച്ച് കം ദിനോം കാ ഖർച്ച്, അതായത് 1 साल और കുച്ച് കം ദിനോം കാ, ഒരു വർഷവും പിന്നെ കുറച്ച് ദിവസത്തിൻ്റെയും ചെലവ് അഹമ്മദാബാദ് को उठाना चाहिए, അഹമ്മദാബാദ് എടുക്കുന്നതായിരിക്കും നല്ലത് ആ ചെലവ്. यदि अहमदाबाद 1 वर्ष के खर्च का बोझ उठाने के लिए तैयार न हो तो ऊपर बताए गए खाने के खर्च का इंतजाम मैं कर सकता हूँ. അവർ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിരുന്നു. അഹമ്മദാബാദിലെ ആളുകൾ അല്ലെങ്കിൽ അഹമ്മദാബാദ് ഗവൺമെൻറ് ആ ചെലവ്, ആശ്രമത്തിനായിട്ടുള്ള ഒരു വർഷത്തിൻ്റെ ആ ചെലവ് അതും എടുക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ അത് നല്ലതായിരുന്നു. ഇല്ലെങ്കിൽ പോലും അതില്ല, അവർക്ക് എടുക്കാൻ പറ്റത്തില്ല ആ ചെലവ് എന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ഞാൻ ചെയ്തോളാം. ഇൻതസാം എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻറ്റ് ഞാൻ ചെയ്തോളാം. चूँकि मैंने खर्च का यह अनुमान जल्दी में तैयार किया है इसलिए यह संभव है कि कुछ मदें मुझसे छूट गई हों. അപ്പോൾ സിൻസ് എന്താണ് ചൂങ്കി എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഈ ചെലവ് എന്താണ് ഖർച്ച് ക യ അനുമാൻ, ചെലവിൻ്റെ ഈ കണക്ക് ഞാൻ വേഗത്തിലാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ഇസ്ലിയെ യഹ് സംഭവ് ഹൈ കി കുച്ച് മദേ മുझसे छूट गई हों. അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഐറ്റം വിട്ടുപോകാനുള്ള ചാൻസും ഉണ്ട്, ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ഐറ്റം വിട്ടുപോയിട്ടുണ്ടാകാം. इसके अतिरिक्त, കാരണം ഞാൻ വേഗത്തിലാണ് ഈ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തത്, അപ്പോൾ इसके अतिरिक्त खाने के खर्च के सिवा मुझे स्थानीय स्थितियों की जानकारी नहीं है. അപ്പോൾ അതും അല്ലാതെ എനിക്ക് ഈ ഭക്ഷണത്തിനായിട്ടുള്ള ചെലവിനെ പറ്റിയുള്ള അറിവ് അല്ലാതെ മുझे സ്ഥാനീയ സ്ഥിതിയോ की जानकारी नहीं है, എനിക്ക് ചുറ്റുവട്ടം എങ്ങനെയാണ് ചെലവുകൾ, അതായത് അഹമ്മദാബാദിലെ എങ്ങനെയാണ് റേറ്റ് എന്നൊക്കെ എനിക്ക് ഉള്ള അറിവും ഇല്ല.
इसलिए मेरे अनुमान में भूलें भी हो सकती है. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇതിൽ മറന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഇതിൽ ഉണ്ടാകാം ഈ ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഈ കണക്കിൻ്റെ ലിസ്റ്റിൽ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ടിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടാകാം. यदि अहमदाबाद सब खर्च उठाए तो विभिन्न मदों में खर्च इस तरह होगा. അപ്പോൾ യദി അഹമ്മദാബാദ്, അപ്പോൾ ഈ ഞാൻ പറഞ്ഞ അനുസരിച്ചിട്ട് കണക്കിനെ പറ്റിയാണ് അദ്ദേഹം ഇത്രയും നേരം പറഞ്ഞത്. അഹമ്മദാബാദ് ചെലവെടുക്കാൻ തയ്യാറാണോ എന്ന കാര്യമാണ് അദ്ദേഹം ഇതിലൂടെ ചോദിക്കുന്നത്. അഹമ്മദാബാദിലെ വിശിഷ്ടരായിട്ടുള്ള വ്യക്തികൾ അതിന് സമ്മതിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ അദ്ദേഹം പറഞ്ഞു, ആദ്യം ഒരു ബിൽഡിങ്ങും സ്ഥലത്തിനുമുള്ള ആവശ്യത്തിനുള്ള ആശ്രമത്തിനായിട്ടുള്ള സ്ഥലവും ബിൽഡിങ്ങും പ്രൊവൈഡ് ചെയ്താൽ മതി, ബാക്കി ചിലവ് ഞങ്ങൾ എടുത്തോളാം. പക്ഷെ ബാക്കി ചിലവും അവരെടുക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും നല്ലതായിരുന്നു എന്ന ഉദ്ദേശത്തോടെയാണ് അദ്ദേഹം ഇവിടെ എഴുതുന്നത്. യദി അഹമ്മദാബാദ് സബ് ഖർച്ച് ഉഠായേ തോ വിഭിന്ന മദോ മേ ഖർച്ച് ഇസ് തരഹ ഹോഗ. അപ്പോൾ അഹമ്മദാബാദ് എല്ലാ ചിലവും എടുക്കാൻ തയ്യാറാവുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നു. വിഭിന്ന മദോ മേ ഖർച്ച് ഇസ് തരഹ ഹോഗ. മദോം എന്ന് പറഞ്ഞാൽ വിവിധ ഐറ്റംസ്, ഞാൻ എഴുതിയിരിക്കുന്ന വിഭിന്ന ഐറ്റംസിനായിട്ടുള്ള ചിലവ് എന്ന് പറയുന്നത് ഇതൊക്കെ ആയിരിക്കും. എന്തിനൊക്കെയാണ് ചിലവ് വരിക എന്ന് ആ ലിസ്റ്റ് അദ്ദേഹം പറയുകയാണ്. കിരായ ബംഗ്ല ഓർ ഖേത്തി കി ജമീൻ, അതായത് കിരായ ബംഗ്ല റെൻറ്റഡ് ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിന് റെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ഖേത് കി ജമീൻ, കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലം അല്ലേ, ഫീൽഡിന് വേണ്ടിയിട്ടുള്ള ആ ചിലവ്, അത്രയും അതിൻ്റെ വാടക കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കിതാബും കി അൽമാരിയും ഒക്കെ ഖർച്ച, അദ്ദേഹം ലൈബ്രറിയെ പറ്റി മെൻഷൻ ചെയ്തു. അപ്പോൾ അതിനായിട്ടുള്ള അൽമാരി മേടിക്കാനുള്ള ചിലവ്. ബഡഹി കെ ഔസാർ, ബഡഹി കാർപ്പൻറ്ററിന് വേണ്ടിയിട്ടുള്ള ടൂൾസ്. പിന്നെ മോച്ചി കെ ഔസാർ, കോബ്ലറിന് വേണ്ടിയിട്ടുള്ള ടൂൾസ്. പിന്നീട് ചോക്ക സാമാൻ, ചോക്ക എന്ന് പറഞ്ഞാൽ സ്റ്റോൺ ഫ്ലാഗ്ഡ് എന്താണ് ഫ്ലോർ എന്ന് പറയുന്നത്, അതായത് കല്ല് പതിപ്പിച്ചിരിക്കുന്ന തറയാണ്, കല്ല് ഇങ്ങനെ പതിപ്പിച്ചിട്ടുള്ള അതിന് ഫ്ലോർ, അതിനായിട്ടുള്ള ചിലവ്. പിന്നെ എക് ബാൽഗാഡി യാ ഘോഡാഗാഡി, ഒരു ആളുകൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും സ്റ്റേഷനിൽ നിന്ന് വരാനും പിന്നെ സാധനങ്ങൾ കൊണ്ടുവരാനും പോകാനും ഒക്കെയുള്ള സൗകര്യത്തിനായിട്ട് കാളവണ്ടിയോ അല്ലെങ്കിൽ കുതിരവണ്ടിയോ. एक वर्ष के लिए खाने का खर्च 6,000 रुपये. അപ്പോൾ ഏകദേശം അദ്ദേഹം കണക്കെടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 50 ആളുകൾ ഉണ്ടെങ്കിൽ ഒരു ആശ്രമത്തിൽ ഒരു പെർ ഹെഡ്, അതായത് ഒരു വ്യക്തിക്ക് എന്നനുസരിച്ചിട്ട് അദ്ദേഹം 10 രൂപയുടെ കണക്കെടുത്തു. അപ്പോൾ അദ്ദേഹം ഇവിടെ പറഞ്ഞത് ഒരു മാസത്തിലാണ് ഒരു പെർ വ്യക്തിയുടെ 10 രൂപ അദ്ദേഹം എടുത്തത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ 6,000 രൂപ ചിലവ് ആളുകളുടെ ഭക്ഷണത്തിനായിട്ട്, ഖാനേക്ക ഖർച്ച് ഒരു 6,000 രൂപ വരും എന്നൊക്കെയുള്ള ലിസ്റ്റ് അദ്ദേഹം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഐറ്റംസിൻ്റെയും ഐറ്റംസിനെ പറ്റി അദ്ദേഹം ഇവിടെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ആ കത്തിലൂടെ അറിയിക്കുകയാണ്. അപ്പം മേരാ ഖയാൽ ഹൈ കി ഹമേ ലുഹാർ ഓർ രാജമിസ്ത്രി കെ ഔസാറോं की भी ज़रूरत होगी. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് ലുഹാർ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പണിക്കാർ, കൊല്ലൻ, രാജമിസ്ത്രി എന്ന് പറഞ്ഞാൽ മെയ്സൺ, അതായത് കല്ല് പണിക്കാർ. അപ്പോൾ അവർക്കായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ആവശ്യമുണ്ട്, ടൂൾസിൻ്റെ ആവശ്യവും ഉണ്ട്. അപ്പോൾ ദൂസരെ ബഹുത് സെ ഔസാർ ബി ചാഹിയെ, വേറെയും കുറേ ഉപകരണങ്ങളുടെ ആവശ്യമുണ്ട്, ടൂൾസിൻ്റെ ആവശ്യമുണ്ട്. കിന്തു ഇസ് ഹിസാബ് സെ मैंने उनका खर्च और शिक्षण संबंधी सामान का खर्च शामिल नहीं किया. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പഠിക്കാനുള്ള, അതിനായിട്ട് ഉള്ള ശിക്ഷണത്തിനായിട്ടുള്ള ഉപകരണങ്ങളുടെ പറ്റി ലിസ്റ്റും ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ അതുമാത്രമല്ല ബാക്കി ചിലവിനും പറ്റി, ബാക്കി ആവശ്യമുള്ള ടൂൾസിൻ്റെ ചിലവിനെ പറ്റിയും ഇതിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല, ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ. तो शिक्षण के सामान में 5-6 देशी हथकरघों की आवश्यकता होगी. അപ്പോൾ ഹത്കർഘ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാൻഡ്ലൂം എന്ന് പറയാം. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള ടൂൾസ്, ഹാൻഡ്ലൂം, ഓക്കെ, ലൂമിൻ്റെ ആവശ്യമുണ്ട്. അതും ദേശീയ ലൂമാണ് പറയുന്നത്. ഹത്കർഘോംക്ക് ആവശ്യകത ഹോഗി, അതും 5-6 ഹാൻഡ്ലൂമിൻ്റെ ആവശ്യം ഉണ്ടാകും. അപ്പോൾ അദ്ദേഹം ഇതൊക്കെ എന്താണ്, ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ആ ചിലവും എല്ലാം അദ്ദേഹം എഴുതിയിട്ടാണ് ഇത് കത്തിലൂടെ അദ്ദേഹം അറിയിക്കുന്നത്. കാരണം എക്സ്ട്രാ ചിലവ് വരരുത്, എക്സ്ട്രാ കൂടുതലായിട്ട് അതിനായിട്ട് ചിലവാക്കേണ്ട ആവശ്യം വരത്തില്ല. ഞങ്ങളിപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ട് ആ ചിലവുകളൊക്കെ എഴുതി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്രയും ആവശ്യം മതി, അതായത് അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ചിലവഴിക്കേണ്ടതായിട്ട് വരത്തില്ല. അപ്പോൾ അദ്ദേഹം എന്തിനാണ് ഈ കത്തിലൂടെ ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ചിലവ് എടുക്കേണ്ടത്
എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ എന്തൊക്കെ ചിലവുകളാണ് ഞങ്ങൾ എന്തൊക്കെ ചിലവുകൾ വരും എന്നൊരു കണക്ക് ഞങ്ങൾ എപ്പോഴും വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് എക്സ്ട്രാ, അതായത് പാഴാക്കൽ എന്ന് പറയത്തില്ലേ, ചിലവ്, അത് നല്ല രീതിയിൽ തന്നെ അത് ചിലവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഈ അധ്യായത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ ആ കഴിവിനെ പറ്റി ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആ കഴിവ് ഈ അധ്യായത്തിൽ ഹൈലൈറ്റ് ആകപ്പെടുന്നു. इनी बॉक्सिल എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. दक्षिण अफ्रीका से लौटकर गांधी जी ने अहमदाबाद में एक आश्रम की स्थापना की. उसके प्रारंभिक सदस्यों तथा सामान आदि का विवरण इस पाठ में है. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം അഹമ്മദാബാദിൽ ഒരു ആശ്രമം തുടങ്ങാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ एक आश्रम की स्थापना की, അദ്ദേഹം ഒരു ആശ്രമം അവിടെ സ്ഥാപിച്ചു. അപ്പോൾ उसके प्रारंभिक सदस्यों तथा सामान आदि का विवरण इस पाठ में. അപ്പോൾ ഈ അധ്യായത്തിൽ ഇനീഷ്യൽ മെമ്പർ അല്ലെങ്കിൽ ഇനീഷ്യൽ മെമ്പറും പിന്നെ എന്താണ് അതിൽ എന്തൊക്കെയാണ് അവിടെ ഉപയോഗിച്ച സാധനങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം അറേഞ്ച്മെൻറ്റ് അവിടെ ചെയ്തത്, സാമാൻ ആദിക വിവരൺ ഇസ് പാഠ് में. അപ്പോൾ അതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ ഉള്ളത് എന്നാണ് പറയുന്നത്. अहमदाबाद में स्थापित आश्रम का संविधान स्वयं गांधी जी ने तैयार किया था. അപ്പോൾ അഹമ്മദാബാദിൽ ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥാപിതമായിരിക്കുന്ന ഈ ആശ്രമത്തിൻ്റെ എന്താണ് സംവിധാൻ, അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്തത് മഹാത്മാഗാന്ധി സ്വയം ആണ്. इस संविधान के मसविदे से पता चलता है कि वह भारतीय जीवन का निर्माण किस प्रकार करना चाहते थे. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ്, ഈ ഒരു ഓർഗനൈസേഷൻ അദ്ദേഹം ഇത് നോക്കി തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ സ്കെച്ച്, മസ്വിദ എന്ന് പറഞ്ഞാൽ സ്കെച്ച്, ഈ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ലെറ്റർ നോക്കുകയാണെങ്കിൽ, ആ ലേഖാജോഖ നോക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകാം അദ്ദേഹം ഏത് രീതിയിലുള്ള ഒരു ഓർഗനൈസർ ആയിരുന്നു എന്ന്. ഈ സംവിധാൻ കെ മസ്വിദേസി, ഈ ഒരു ആശ്രമം ഓർഗനൈസ് ചെയ്യാനുള്ള അദ്ദേഹം ചെയ്തിരിക്കുന്ന ഈ എന്താണ് അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഈ കണക്ക് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഭാരതീയ ജീവൻ കാ നിർമ്മാൺ കിസ് പ്രകാർ കർണാ ചാഹത്തെ थे. ഈ ഞങ്ങളുടെ ഭാരതീയ ജീവിതം എങ്ങനെയുള്ളതാക്കി മാറ്റാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്, എത്ര ഓർഗനൈസ്ഡ് ആയിരുന്നു അദ്ദേഹം എന്നതാണ് ഈ അധ്യായത്തിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഘരേലു സാമാൻ, അതായത് ആശ്രമത്തിന് ആവശ്യമുള്ള സാധനങ്ങളെ പറ്റിയാണ്, വീട്ടിനാവശ്യമുള്ള ആശ്രമത്തിനാവശ്യമുള്ള സാധനങ്ങളെ പറ്റിയുള്ള ലിസ്റ്റാണ് ഇത് അദ്ദേഹം തന്നിരിക്കുന്നത്. അപ്പോൾ 4 പത്തീലെ 40 ആദ്മിയോ കാ ഖാന ബനാനയ്ക്ക് യോഗ്യ. അപ്പോൾ 4 പത്തീലെ എന്ന് പറഞ്ഞാൽ കലങ്ങൾ, 4 കലങ്ങളുടെ ആവശ്യമുണ്ട്. കാരണം 40ഓളം ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ആവശ്യത്തിന് പറ്റുന്ന കലങ്ങൾ. പിന്നെ 2 ഛോട്ടി പത്തീലിയാം 10 ആദ്മിയോ കെ യോഗ്യ. അപ്പോൾ 10 ആളുകൾക്ക് വേണ്ടി ആവശ്യമായിട്ട് വരുന്ന 2 ചെറിയ കലങ്ങളും ആവശ്യമുണ്ട്. പിന്നെ 3 പാനി ഭർണിക്ക് പത്തിയിലെ യാ താമ്പയ്ക്ക് കൽശി. അപ്പോൾ 3 വെള്ളം നിറച്ച് വെക്കാൻ ആവശ്യത്തിനായിട്ടുള്ള കലം അല്ലെങ്കിൽ താമ്പ കൊണ്ടുണ്ടാക്കിയ കലശ് എന്ന് പറഞ്ഞാൽ ഒരു കുടത്തിൻ്റെ ആവശ്യമുണ്ട്, ചെമ്പ് കൊണ്ടുണ്ടാക്കിയ. പിന്നെ 4 മിട്ടിക്ക് ഘടെ 4 മൺകലങ്ങൾ. പിന്നെ 4 തിപ്പായിയാം ഈ സ്റ്റാൻഡ്, 4 സ്റ്റാൻഡുകൾ വെക്കാനായിട്ട് സാധനങ്ങൾ. 1 കढ़ाई 10 रतल खाना पकाने योग्य, 3 कलछियाँ, 2 आटा गूंदने के पराते, 1 पानी गर्म करने का बड़ा पतीला, 3 केतलियाँ, 5 बाल्टियाँ या नहाने का पानी रखने का बर्तन, 5 पतीले के ढक्कन, 5 അനാജ് രഖ്നേക്ക് ബർത്തൻ. അപ്പോൾ എന്താണ് മിട്ടിക്ക് ഘടി, പിന്നെ എന്താണ് മണ്ണ് കൊണ്ടുണ്ടാക്കിയ കലങ്ങളും പിന്നെ പാത്രങ്ങൾ വെള്ളം ചൂടാക്കാനുള്ള പാത്രങ്ങൾ പത്തീല. പിന്നെ 3 കത്തീലിയ 3 കെറ്റിൽസും പിന്നെ 5 ബാൾട്ടിയ 5 ബക്കറ്റ്സ്. പിന്നെ ഹനിക്ക പാനി രഖ്നേക്ക് ബർത്തൻ വെള്ളം നിറച്ച് വെക്കാനായിട്ട് കുളിക്കാനായിട്ടുള്ള. 5 പത്തിലേക്ക് ढक्कन, അപ്പോൾ ഈ എന്താണ് പോട്ട് അടച്ച് വെക്കാനുള്ള ढक्कन അടപ്പ്. 5 അനാജ് രഖ്നേക്ക് ബർത്തൻ അരി വെക്കാനുള്ള പാത്രങ്ങൾ. 3 തയ്യാം 10 താലിയാം 10 കട്ടോരിയാം ചെറിയ എന്താണ് കിണ്ണങ്ങൾ. പിന്നെ കട്ടോരിയാം താലിയാം പ്ലേറ്റ്സ്, ഗ്ലാസ്, പ്യാലെ കപ്പ്. പിന്നെ കപ്പടെ ധോനിക്ക് ടബ് തുണി അലക്കാനുള്ള ടബും. പിന്നെ ചൽനിയാം എന്താണ് സ്ട്രെയിനർ. പിന്നെ പീത്തൽ കി ചൽനി പീത്തൽ കൊണ്ടുണ്ടാക്കിയ സ്ട്രെയിനർ. പിന്നെ 3 ചക്കിയാം പീത്തൽ കി ചൽനി അരി ഗോതമ്പൊക്കെ വാർക്കാനായിട്ട്, പിന്നെ ഗോതമ്പൊക്കെ എന്താണ് അരിക്കാനായിട്ട്. പിന്നെ 3 ചക്കിയാന്ന് പറഞ്ഞാൽ അരി പൊടിക്കാനായിട്ട്.
चक्कियाम 10 चम्मच 10 स्पून्स പിന്നെ करछा एक इमाम दस्ता मूसली 3 झाड़ू 6 कुर्सियाँ 3 मेज़ें 6 किताबें रखने की अलमारियाँ 3 दवातें ഇപ്പോൾ പിന്നെ ചെയറും ടേബിളും പിന്നെ എന്താണ് അലമാരികൾ എന്താണ് ബുക്സ് വെക്കാനുള്ള അലമാരികൾ പിന്നെ എന്താണ് ദവാത്തേം इंक पॉट വെക്കാനുള്ള 6 काले तख्ते प्लैंक्स 6 प्लैंक्स 6 रैक 6 रैक പിന്നെ 3 भारत के नक्शे 3 दुनिया के नक्शे 2 मुंबई हाथे के नक्शे गुजरात का नक्शा അപ്പോൾ ഭാരതത്തിൻ്റെ വേൾഡിൻ്റെ ബോംബെയുടെ ഗുജറാത്തിൻ്റെ ഒക്കെ മാപ്പ് ഒരു എന്താണ് അതിനെപ്പറ്റി മനസ്സിലാക്കാനായിട്ട് അല്ലേ ഇന്ത്യയെ പറ്റി ലോകത്തെ പറ്റിയും പിന്നെ എന്താണ് ബോംബെയെ പറ്റി ഗുജറാത്തിൻ്റെയൊക്കെ നക്ഷ മാപ്പ് പിന്നെ 5 हथकरघे बढ़ई के औजार मोची के औजार खेती के औजार 4 चारपाइयाँ 1 गाड़ी 5 लैट्रिन 3 कमोड 10 गद्दे 3 ചേംബർ പോട്ട് 4 സടക്കി ബത്തിയാം അപ്പോൾ എന്തൊക്കെ പിന്നെ വേറെ ഹത്കർഗി അതായത് ഹാൻഡ്ലൂംസ് പിന്നെ ബഡൈക്ക് ഔസാർ കാർപ്പൻറ്ററിന് ആവശ്യമുള്ള ടൂൾസ് കോബ്ലറിന് ആവശ്യമായിട്ടുള്ള ടൂൾസ് പിന്നെ കൃഷിക്കായിട്ടുള്ള ടൂൾസ് പിന്നെ 4 കട്ടിലുകൾ പിന്നെ 1 ഗാഡി ഒരു വണ്ടി 5 ലാൽട്ടൺ 5 എന്താണ് ടെയിൽ ലാമ്പ് പിന്നെ 3 കൊമോഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡ്രോവറുള്ള ടൈപ്പ് ചെറിയ പണ്ട് കാലത്ത് 18th സെഞ്ച്വറിയിലൊക്കെയുള്ള ചെറിയ ഡ്രോവറുള്ള ടൈപ്പ് ടേബിൾ ടൈപ്പ് ചെറുത് 10 ഗദ്ദേ 10 ബെഡുകൾ പിന്നെ 3 ചേംബർ പോട്ട് ഇങ്ങനെ ഒരു ഡ്രോവർ പോലത്തെ ഇതിനെയാണ് ചേംബർ പോട്ട് എന്ന് പറയുക പിന്നെ 4 സടക്കി ബത്തിയാം 4 സ്ട്രീറ്റ് ലാംപ്സ് എന്ന പോലെ സടക്കി ബത്തിയാം അപ്പോൾ ഇത് വൈശാഖ് ബദി 13 बंगाल मंगलवार 11 मई 1915 वैशाख बदी 13 मंगलवार 11 मई 1915 1915 11 മെയ്ന് എഴുതിയ ലിസ്റ്റാണ് ഇത് എഴുതിയ ലെറ്ററിലെ ലിസ്റ്റാണ് ഇപ്പോൾ ഞാൻ വായിച്ചത് ഘരേലു സാമാൻ എന്ന് പറഞ്ഞു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ അമർത്തുക ഇനി ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്